എനിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, കുന്നംകുളം റോഡ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. നമസ്കാരം. നിത്യ വടക്കാഞ്ചേരി ടൗൺ ഡിവിഷനിലെ കന്യാംഗത്തിനുള്ള പുറപ്പാടാണ്. അതെ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വടക്കാഞ്ചേരി ടൗൺ ഡിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ഒരു ഹൃദയം തന്നെയാണ്. ഇപ്പോൾ വടക്കാഞ്ചേരി ടൗൺ ഡിവിഷനിലാണ് നമ്മുടെ കോടതി ഉൾപ്പെടെ നമ്മുടെ എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളും അങ്ങനെ വടക്കാഞ്ചേരിയുടെ ഹൃദയ ഭാഗം തന്നെയാണ്. ഈ ടൗൺ ഡിവിഷനിൽ കാര്യമായിട്ടൊരു പുരോഗതിയോ അല്ലെങ്കിൽ ഒരു മുന്നേറ്റമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് നോക്കിക്കണ്ടാൽ അറിയാം. കഴിഞ്ഞ വടക്കാഞ്ചേരി പഞ്ചായത്തിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിലേക്ക് മാറി എന്നല്ലാതെ കാര്യമായിട്ടൊരു പുരോഗതി ഇവിടെ വന്നിട്ടില്ല വടക്കാഞ്ചേരി ടൗണിനെ സംബന്ധിച്ച്. അപ്പോൾ ഈ ടൗണിലൊരു മാറ്റം കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് നമുക്ക്. കഴിഞ്ഞ 2 തവണയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി 2ാം സ്ഥാനത്താണ്. വളരെ നേരിയ വ്യത്യാസത്തിലാണ് നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത്തവണ എന്തു വന്നാലും നമ്മൾ ഈ ടൗൺ ഡിവിഷൻ നമ്മൾ പിടിച്ചെടുത്തുകൊണ്ട് വടക്കാഞ്ചേരിയുടെ ഒരു മുഖച്ഛായ മാറ്റണം. വികസനം, അതായത് മോദി വിഭാവനം ചെയ്യുന്ന വികസനം വടക്കാഞ്ചേരിയിലും എത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ടൗൺ ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ തുടർച്ചയായിട്ട് 10 വർഷം UDFന്റെ കയ്യിലാണ് ഈ ഡിവിഷൻ. ഇത് തിരിച്ചു പിടിക്കാം എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ആ ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇപ്രാവശ്യം വളരെ പോസിറ്റീവായ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് കിട്ടുന്നത്. അതിന്റെ ഒരു 1-2 കാര്യങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ വാർഡ് വിഭജനം നടന്നപ്പോൾ നമ്മുടെ ഇരട്ടക്കുളങ്ങര വാർഡിൽ നിന്ന് നമുക്ക് അനുകൂലമായിട്ട് BJPക്ക് അനുകൂലമായിട്ട് 10-40ഓളം വോട്ടുകൾ ഈ വാർഡിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ചാലിപ്പാടം ഭാഗത്ത് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള വോട്ടുകൾ ഇതിന്ന് മാറിപ്പോയിട്ടുണ്ട് അടുത്ത ഡിവിഷനിലേക്ക്. അപ്പൊ അങ്ങനെ ഒരു അനുകൂല സാഹചര്യം ഓൾറെഡി നമുക്ക് വന്നിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ടും ഈ കോൺഗ്രസിലെ രാഷ്ട്രീയ സാഹചര്യവും അതുപോലെ പൊതുവായിട്ടുള്ള നമ്മുടെ രാഷ്ട്രീയ സാഹചര്യവും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വികസന പദ്ധതികളും വികസന പരിപാടികളും അത് വളരെയധികം ജനങ്ങളെ ആകർഷിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു വേവ് കേന്ദ്രത്തിൽ, അത് വടക്കാഞ്ചേരിയിലും ഉണ്ട്, അത് മൊത്തം കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഉണ്ട്, അത് വടക്കാഞ്ചേരിയിലും ഉണ്ട്. അപ്പോൾ 100% നമുക്ക് ഇവിടെ ഒരു വിജയം സുനിശ്ചിതമാണ്. പിന്നെ വളരെ കൃത്യമായിട്ടുള്ള ചിട്ടയായിട്ടുള്ള സംഘടനാ പ്രവർത്തനമാണ് ഞങ്ങൾ കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് ചെയ്തു വരുന്നത്. വോട്ട് ചേർക്കുന്ന ആ കാലഘട്ടം മുതൽ വോട്ട് ചേർക്കലായാലും അതിനുശേഷമുള്ള സമ്പർക്ക പരിപാടികളായാലും കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ജനങ്ങൾക്ക് ആ ഒരു വിശ്വാസം നൽകാനും പിന്നെ ജനങ്ങളും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ സമ്പർക്കം നടത്തുമ്പോൾ ജനങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് വലിയ രീതിയിലൊരു മാറ്റം വടക്കാഞ്ചേരി നിവാസികളും ആഗ്രഹിക്കുന്നുണ്ട്. ജില്ലാ ഭാരവാഹിത്വം എന്തോ വഹിക്കുന്നുണ്ട്, അത് എങ്ങനെയാണ്? ഞാനിപ്പോ പാർട്ടിയുടെ നോർത്ത് ജില്ലാ സെക്രട്ടറിയാണ്. മുമ്പ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു. നമ്മള് ഒരു തരത്തിൽ പറഞ്ഞാൽ വടക്കാഞ്ചേരിയിലെ ഒരു സാധ്യത കണക്കിലെടുത്ത് ജില്ലാ കമ്മിറ്റിയുടെ ഒരു ശുപാർശ പ്രകാരം തന്നെയാണ് നമ്മളിവിടെ മത്സരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സ്ഥലം നമുക്ക് പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ നമ്മുടെ ജില്ലാ നേതൃത്വം, നമ്മുടെ സംസ്ഥാന കോർ കമ്മിറ്റി അംഗങ്ങളും ജില്ലാ പ്രസിഡന്റുമാരും ഒഴികെയുള്ള എല്ലാ പാർട്ടിയുടെ നേതാക്കളും ഇത്തവണ മത്സര രംഗത്തുണ്ട്. അപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട ആളുകളും മത്സരിക്കുകയും വിജയിക്കുകയും വേണം എന്നുള്ള പാർട്ടിയുടെ നയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പൊ പാർട്ടി ചുമതല നമുക്കൊരു ഈ ഒരു ചുമതലയും കൂടി കൊണ്ടു നടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ എല്ലാ കാലത്തും ഇപ്പൊ ഞാൻ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് മുതൽ രാത്രി വരെ എന്നുള്ള പോലെ വടക്കാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. സജീവമായിട്ടൊരു ഫുൾ ടൈമർ പോലെ പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും തോന്നുകയില്ല. നമ്മുടെ പ്രവർത്തനത്തിലും അത് ഉണ്ടാവില്ല. നിലവില് BJPക്ക് ഇവിടെ ഒരു സീറ്റാണ് ഉള്ളത്. അത് വർദ്ധിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും നമ്മള് കഴിഞ്ഞ തവണ ഒരു സീറ്റ്, അത് 2 തവണയായിട്ട് മുനിസിപ്പാലിറ്റി രൂപീകരിച്ചതിന് ശേഷം നമുക്ക് ഓരോ സീറ്റാണ് കുമ്പളങ്ങാട് 5ാം ഡിവിഷൻ. ഇത്തവണ അത് ഒരു 10ന്റെയും 15ന്റെയും ഇടയിലേക്ക് വർദ്ധിപ്പിക്കാനുള്ള ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വടക്കാഞ്ചേരി മേഖലയിൽ തന്നെ 6ഓളം സീറ്റുകൾ നമുക്ക് വിജയ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പഴയ മുണ്ടത്തിക്കോട് പഞ്ചായത്തും മുണ്ടത്തിക്കോട് ഏരിയയിലും ഇതേപോലെയുള്ള സാധ്യതയുള്ള സീറ്റുകളുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. വളരെ നല്ല കാൻഡിഡേറ്റ്സ് ആണ് മത്സരിക്കുന്നത്. നല്ല ശക്തമായിട്ടുള്ള പ്രവർത്തനം, ശക്തമായിട്ടുള്ള ജനങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും കഴിഞ്ഞ തവണത്തെക്കാളും വലിയൊരു മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാക്കും എന്നുള്ളതിൽ തർക്കമില്ല. നമുക്ക് ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഫാമിലി ഫുൾ സപ്പോർട്ടാണ്. എല്ലാവരുടെയും നല്ല പിന്തുണയുണ്ട്, എല്ലാ സപ്പോർട്ടും ഉണ്ട്. പിന്നെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് പൊതുരംഗത്ത് അങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കാൻ സാധിക്കില്ല. പിന്നെ എൻ്റെ അനിയനും ഒക്കെ, അവരൊക്കെ ഗവൺമെന്റ് തലത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ എല്ലാവിധ പിന്തുണയുണ്ട്. ആ പിന്തുണ കൊണ്ടാണ് എനിക്കൊരു വനിതയായിട്ടുള്ള എനിക്ക്
ഒരു ഫുൾ ടൈം എന്നുള്ള പോലെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. പല സമയത്തും രാഷ്ട്രീയ പ്രവർത്തനം കഴിഞ്ഞ് 10:30-11 മണിയാണ് ഞങ്ങൾ സമ്പർക്ക പരിപാടി അവസാനിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് മീറ്റിങ്ങുകളും യോഗങ്ങളൊക്കെ ആയിട്ട് അത് വീണ്ടും നീളും. ഇത്രയും വലിയൊരു പിന്തുണ എനിക്ക്, അതിപ്പോ ഈ ഇലക്ഷൻ മാത്രമല്ല, എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ വളരെ വലിയ പിന്തുണയാണ് എന്റെ ഫാമിലിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ഈ രംഗത്തെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയുന്നത്. നമ്മുടെ വോട്ടർമാരോട് എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത്? വടക്കാഞ്ചേരിയിലെ വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോ ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചു, വടക്കാഞ്ചേരി പഞ്ചായത്ത് വടക്കാഞ്ചേരി പഞ്ചായത്തായിരുന്ന ഇത് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ആയിട്ട് മാറിയപ്പോ കാര്യമായിട്ടൊരു മാറ്റവും, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ത് മാറ്റമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കാര്യമായിട്ടൊരു മാറ്റവും വന്നിട്ടില്ല. അപ്പൊ ആ ഒരു വികസനം വടക്കാഞ്ചേരിയിൽ വരണം എന്നുള്ള ഒരു കാര്യം വടക്കാഞ്ചേരിയിലെ വോട്ടർമാര് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോ നടത്തിയിട്ടുള്ള സമ്പർക്കങ്ങളിൽ കൂടെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. അപ്പൊ വളരെ നല്ല പിന്തുണയാണ് എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാകുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇവിടെ കോൺഗ്രസിന്റെ കൗൺസിലറാണ് മുനിസിപ്പാലിറ്റി ആയതിനു ശേഷം. അതിനു മുമ്പ് പഞ്ചായത്ത് ആയിരിക്കുന്ന കാലഘട്ടത്തിലും കോൺഗ്രസ് തന്നെയാണ് സ്ഥിരമായിട്ട് ഇവിടുന്ന് ജയിച്ചു പോകാറുള്ളത്. അപ്പോൾ അവർക്ക് ഈ കാര്യമായിട്ട് ഒരു കാര്യം ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ നമുക്ക് വടക്കാഞ്ചേരിയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗ്രൗണ്ട്. നമുക്കറിയാം, അപ്പൊ ഗ്രൗണ്ട് കുറച്ച് കാലമായിട്ട് ആ ഗ്രൗണ്ടിന്റെ അവസ്ഥ എന്താന്നുള്ളത്, അത് ഉഴുതുമറിച്ച് പാടം ഉഴുതുമറിച്ചിട്ട പോലെ ഉഴുതുമറിച്ചിട്ടിരിക്കണം. അതിന്റെ 2 സൈഡിലുള്ള റോഡുകൾ അത് സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലാണ് കിടക്കുന്നത്. അതായത് ആ റോട്ടിൽ കൂടെ പോവാൻ, വണ്ടി ഓടിച്ചു പോകാൻ പോലും സാധിക്കാത്ത തരത്തിലാണ്. അതുപോലെ തോട് സംരക്ഷിക്കുക എന്നുള്ളത് എല്ലാ കാലഘട്ടത്തിലും അതിന് പദ്ധതികളുണ്ട്, വകയിരുത്തും എന്ന് പറയാന്നല്ലാതെ ഒരു തരത്തിലുള്ള നടപടികളും ഈ തോട് സംരക്ഷണമായിട്ടില്ല. പിന്നെ കാനകള്, നമുക്കറിയാം ഇവിടുത്തെ ഈ ഡ്രൈനേജ് സിസ്റ്റം വടക്കാഞ്ചേരിയിൽ അതും വളരെ പരിതാപകരമാണ്. അപ്പൊ അങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ വടക്കാഞ്ചേരിയില് കാര്യമായിട്ടുള്ള ഒരു വികസനമോ അല്ലെങ്കിൽ ഒരു മുന്നേറ്റമോ കൊണ്ടുവരാൻ ഇവിടെ നിന്നുള്ള ജയിച്ചു പോയിട്ടുള്ള ആളുകൾക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ആ മാറ്റം വടക്കാഞ്ചേരി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കും. ആ ഒരു വിശ്വാസമാണ് എനിക്ക് വടക്കാഞ്ചേരിയിലെ വോട്ടർമാർക്ക് നൽകാനുള്ളത്. അപ്പൊ നമ്മളെ ആത്മാർത്ഥമായിട്ട് പിന്തുണച്ച് ഈ വടക്കാഞ്ചേരിയിൽ മാറ്റത്തിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആത്മാർത്ഥമായിട്ട് നമ്മൾ അവരുടെ ഒപ്പം ഉണ്ടാവും. എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും വടക്കാഞ്ചേരിയുടെ മുഖച്ഛായ മാറ്റിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലും മുന്നിട്ട് നിൽക്കാൻ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇതുവരെ ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി. എന്റെ വടക്കാഞ്ചേരിയിലെ പ്രിയപ്പെട്ട എല്ലാവർക്കും നന്ദി. ഒപ്പം തന്നെ എനി ടൈം ന്യൂസിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന നിങ്ങൾ എനി ടൈം ന്യൂസിന്റെ എല്ലാ ജീവനക്കാർക്കും പ്രവർത്തകർക്കും നന്ദി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, കുന്നംകുളം റോഡ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി.